കേരള യൂണിവേഴ്സിറ്റി ബികോം 5ാം സെമസ്റ്ററിലേക്കായി ലേൺ ഈസി ലേൺ പ്രൊവൈഡ് ചെയ്യുന്ന ഫ്രീ ക്ലാസ്സുകളുടെയും പെയ്ഡ് ക്ലാസ്സുകളുടെയും ഒരു ബ്രീഫിംഗ് ആണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ജോയിൻ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസോ ഫീസുമായിട്ട് ബന്ധപ്പെട്ടോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനായിട്ട് ഇതാണ് നമ്മുടെ ലേൺ ഈസി ലേണിൻ്റെ ഒഫീഷ്യൽ വാട്സാപ്പ് നമ്പർ. ഈ ഒരു നമ്പറിലേക്കായിട്ട് നിങ്ങൾ വാട്സാപ്പിൽ ജസ്റ്റ് ഹായ് എന്നോ അല്ലെങ്കിൽ നിങ്ങൾ ഏത് സെമസ്റ്റർ ആണെന്നോ ഏത് സബ്ജക്റ്റ് ആണ് വേണ്ടത് തുടങ്ങി എന്തെങ്കിലും ഒന്ന് അയച്ചാൽ മതി. കംപ്ലീറ്റ് ഡീറ്റെയിൽസും കിട്ടും. ഓക്കെ, സോ അപ്പോൾ എന്ത് തരത്തിലുള്ള ഡീറ്റെയിൽസിന് വേണ്ടിയും ക്ലാസ് ജോയിൻ ചെയ്യുക തുടങ്ങിയ മറ്റു കാര്യങ്ങൾക്കായിട്ട് ഈ ഒരു നമ്പർ, ഇതാണ് നമ്മുടെ ലേൺ ഈസി ലേണിൻ്റെ ഒഫീഷ്യൽ വാട്സാപ്പ് നമ്പർ. ഈ നമ്പറിലേക്ക് ജസ്റ്റ് വാട്സാപ്പിൽ ഒരു ഹായ് നിട്ടാൽ മതി. ഓക്കെ, എല്ലാ ഡീറ്റെയിൽസും അതിൽ പ്രൊവൈഡ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് തന്നെ learneasylearn.com, ഇതാണ് നമ്മുടെ URL എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ വെബ് ആപ്പിൻ്റെ URL ആണ്. നിങ്ങൾ ജസ്റ്റ് learneasylearn.com ഇതിലേക്ക് ഡയറക്റ്റ് ആയിട്ടും ബ്രൗസ് ചെയ്യാം. അതൊന്നുമല്ലെങ്കിൽ ബികോം 5ാം സെമസ്റ്ററിലെ സബ്ജക്റ്റിൻ്റെ മാത്രം ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ആ ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ജസ്റ്റ് ബികോം 5ാം സെമ്മിലെ സബ്ജക്റ്റ് മാത്രമായിട്ട് നിങ്ങൾക്ക് കയറാനും പറ്റും. ഓക്കെ, അപ്പോൾ ഒന്നും കൂടെ പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ജോയിൻ ചെയ്യാൻ ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു നമ്പർ സേവ് ചെയ്തേക്കുക. ഇത് നമ്മുടെ ഒഫീഷ്യൽ വാട്സാപ്പ് നമ്പറാണ്. ഇതിലേക്ക് ജസ്റ്റ് ഒരു ഹായ് നിട്ടാൽ മാത്രം മതി. സബ്ജക്റ്റ് ഏതാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഡീറ്റെയിൽസ് എല്ലാം പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഇനി ഇതൊന്നും വേണ്ട, ഡയറക്റ്റ് ആയിട്ടും പറ്റും. ഒന്നുകിൽ learneasylearn.com എന്ന് സെർച്ച് ചെയ്തെടുക്കുക. അവിടെ കാറ്റഗറീസ് കിടപ്പുണ്ട്. അതിൽ ബികോം 5th സെം എന്നൊരു കാറ്റഗറി ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. അതല്ല എങ്കിൽ ഞാനിപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കൊടുത്തിരിക്കാം. ബികോം 5ാം സെമ്മിൻ്റെ ലിങ്ക് തന്നെ കൊടുത്തിരിക്കും. അതിൽ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇനി സബ്ജക്റ്റിലേക്ക് വരാം. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതും വളരെ യുണീക്കായ ഒരു സബ്ജക്റ്റാണ് 5ാം സെമ്മിൽ ഫണ്ടമെന്റൽസ് ഓഫ് ഇൻകം ടാക്സ്. നോക്കൂ, യുണീക്നെസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഫണ്ടമെന്റൽസ് ഓഫ് ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും നമ്മൾ തൊട്ട് മുൻപത്തെ സെമ്മിൽ ഡീൽ ചെയ്തിട്ടില്ല. ഈ ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഈ 5th സെമ്മിലാണ് നമ്മൾ ആദ്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ഡീൽ ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് പുതിയതാണ്. സോ അതുകൊണ്ട് തന്നെ ഭയങ്കര നോവൽറ്റിയുള്ള ഒരു പുതുമയുള്ള സബ്ജക്റ്റാണ്. ഇവിടെ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ ഫസ്റ്റ് പേജ് തൊട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ട് പോകേണ്ടി വരും. ഒന്നും നമ്മൾ എങ്ങും പഠിച്ചിട്ടില്ല. അപ്പോൾ ഒരു LKG സ്റ്റുഡൻറ്റിനെ പഠിപ്പിക്കുന്നത് പോലെ ഇൻകം ടാക്സിൻ്റെ ബേസിക്സ് തൊട്ട് പഠിപ്പിക്കേണ്ടി വരും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു വർഷം കണ്ടോ, 2024-25. നോക്കൂ, ഈ ഫണ്ടമെന്റൽസ് ഓഫ് ഇൻകം ടാക്സ് എന്ന സബ്ജക്റ്റ് ഓരോ വർഷവും പഠിക്കുന്ന കുട്ടികൾ അതാത് വർഷത്തെ ക്ലാസ് തന്നെ പഠിച്ചിരിക്കണം. അതായത് ഇപ്പോൾ ലേൺ ഈസി ലേൺ പ്രൊവൈഡ് ചെയ്യുന്നത് 2024-25 ക്ലാസ് ആയിരിക്കും. ഇപ്പോൾ നമുക്ക് വേണ്ടത് 2024-25 എന്ന ഇയറിൻ്റെ ക്ലാസ് ആയിരിക്കണം. തൊട്ട് മുൻപത്തെ വർഷത്തെ ക്ലാസ്സോ ടെക്സ്റ്റോ നിങ്ങൾ ഫോളോ ചെയ്യരുത്. നിങ്ങൾ ടെക്സ്റ്റ് വാങ്ങുമ്പോൾ നിർബന്ധമായിട്ടും ആ ഫ്രണ്ട് പേജിൽ ബൈൻഡിൽ ആ ഫ്രണ്ട് പേജിൽ ആ ഇയർ നോക്കി തന്നെ വാങ്ങണം. 2024-25 എന്ന വർഷത്തെ ടെക്സ്റ്റ് തന്നെ വാങ്ങിയിരിക്കണം. തൊട്ട് മുൻപത്തെ വർഷത്തെ ടെക്സ്റ്റ് പോലും യൂസ്ഫുൾ അല്ല. കാര്യം ചേഞ്ചസ് വന്നിട്ടുണ്ട്. സാലറി എന്ന മൊഡ്യൂളിലടക്കം നല്ല ചേഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2023-24 ടെക്സ്റ്റ് പോലും പറ്റില്ല. അപ്പം നിങ്ങൾ ചിന്തിക്കും, ഒരു വർഷത്തെ പഴക്കമല്ലേ ഉള്ളൂ, പറ്റില്ല. 2024-25 എത്തിയപ്പോൾ അത്യാവശ്യം നല്ല ചേഞ്ചസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫണ്ടമെന്റൽസ് ഓഫ് ഇൻകം ടാക്സിൻ്റെ കേസിൽ റിസ്ക് എടുക്കരുത്. പൈസ ലാഭിക്കാനോ അല്ലെങ്കിൽ പകുതി വിലയ്ക്ക് കിട്ടുമെന്ന് കരുതി തൊട്ട് മുൻപത്തെ വർഷത്തെ ടെക്സ്റ്റ് വാങ്ങി വെക്കരുത്. ഒരു പ്രയോജനവും ഇല്ല. നല്ല ചേഞ്ചസ് വന്നിട്ടുണ്ട്. സോ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് 2024-25 വർഷത്തെ ക്ലാസ്സുകൾ തന്നെയാണ്. അപ്പോൾ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള 24-25 ആണ് ഇപ്പോൾ വേണ്ടത്. ഓക്കെ, സോ അപ്പോൾ ടെക്സ്റ്റ് വാങ്ങുമ്പോൾ മറന്നു പോവല്ലേ. ചെറിയ ലാഭത്തിന് വേണ്ടി പകുതി വിലയ്ക്ക് തൊട്ട് മുൻപത്തെ വർഷത്തെ ടെക്സ്റ്റ് വാങ്ങി വെക്കരുത്. ചേഞ്ചസ് ഉണ്ട്. നമ്മുടെ ടെക്സ്റ്റ് 2024-25 ടെക്സ്റ്റ് ആയിരിക്കണം. ഓക്കെ, സോ നമ്മുടെ ഒന്നാമത്തെ പെയ്ഡ് ക്ലാസ് എന്ന് പറയുന്നത് ഫണ്ടമെന്റൽസ് ഓഫ് ഇൻകം ടാക്സ് ആണ്. ഓക്കെ, സോ ഇത് പെയ്ഡ് ക്ലാസ് ആയിട്ടാണ് അവൈലബിൾ ആകുന്നത്. 2024-25 ഇയറിൻ്റെ ഫണ്ടമെന്റൽസ് ഓഫ് ഇൻകം ടാക്സിൻ്റെ ക്ലാസ് നമ്മുടെ ലേൺ ഈസി ലേൺ വഴി പെയ്ഡ് ക്ലാസ് ആയിട്ട് അവൈലബിൾ ആണ്. ഓക്കെ, മറ്റൊരു സബ്ജക്റ്റ് ആണ് കോസ്റ്റ് അക്കൗണ്ടിങ്. ഈ കോസ്റ്റ് അക്കൗണ്ടിങ്ങിനെ പറ്റി പറഞ്ഞാൽ നോക്കൂ, നമ്മൾ ഇതുവരെ പഠിച്ചു വെച്ചിരിക്കുന്ന അക്കൗണ്ടിങ് എന്ന സബ്ജക്റ്റുമായിട്ട് ഈ കോസ്റ്റ് അക്കൗണ്ടിങ്ങിനെ കൂട്ടിക്കുഴയ്ക്കരുത്. ഇത് മറ്റൊരു അക്കൗണ്ടിങ്ങിൻ്റെ ബ്രാഞ്ചാണ്. നോക്കൂ, നമ്മൾ ഈ 4ാമത്തെ സെം വരെ പഠിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അവിടെ നമുക്ക് ജേണലും ലെഡ്ജറും ട്രയൽ ബാലൻസും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും അത് ഏതിൻ്റെയോ ആയിക്കോട്ടെ, കമ്പനി ആയിക്കോട്ടെ, ബാങ്ക് ആയിക്കോട്ടെ, ഇൻഷുറൻസ് ആയിക്കോട്ടെ, നമ്മൾ പഠിച്ചതെല്ലാം ട്രേഡിംഗ് അക്കൗണ്ട്, P&L അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ഒക്കെ അല്ലേ. അത്തരത്തിലൊരു അക്കൗണ്ടിങ് അല്ല കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് വെക്കുന്നത്. നിങ്ങൾ പറയുന്നത് പോലെ, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ നമ്മൾ അറിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു അക്കൗണ്ടിങ് അല്ല. ഇത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് അക്കൗണ്ടിങ്ങിൽ വരുന്നതാണ്. നമുക്ക് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു ബ്രോഡ് ഏരിയയിൽ ഇത് മറ്റൊരു സബ്ജക്റ്റാണ്.
നമ്മൾ ഇതുവരെ പഠിച്ചതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ല. ഇവിടെ ട്രേഡിംഗ് അക്കൗണ്ട് ഇല്ല, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇല്ല, ബാലൻസ് ഷീറ്റ് ഇല്ല, അതൊന്നുമല്ല പഠിക്കുന്നത്. ഇവിടെ ജേണൽ ഇല്ല, ലെഡ്ജർ ഇല്ല, ട്രയൽ ബാലൻസ് ഇല്ല, ഡെബിറ്റ് ഇല്ല, ക്രെഡിറ്റ് ഇല്ല. ആ അക്കൗണ്ടിങ് അല്ല നമ്മൾ പഠിക്കേണ്ടത്. കോസ്റ്റ് അക്കൗണ്ടിങ് ഒരു ഡിഫറൻറ്റ് സബ്ജക്റ്റ് ആണ്. അതായത് എനിക്ക് കുറച്ചൊക്കെ അക്കൗണ്ടിങ് അറിയാം, ഇതിപ്പോൾ ലാസ്റ്റ് നോക്കിയാലും മതി എന്ന് വിചാരിച്ചിരിക്കരുത്. ഇത് നിങ്ങൾ വിചാരിക്കുന്ന അക്കൗണ്ടിങ് അല്ല, ഇതൊരു ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് അക്കൗണ്ടിങ് ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ബേസിക് നോളജ് അറിഞ്ഞ് തന്നെ പോകണം. ഇതും നമ്മുടെ ഒരു പെയ്ഡ് ക്ലാസ് ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ജേണലും ലെഡ്ജറും അതും ഇതുമൊക്കെ അറിയാം എന്നത് ഇവിടെ യൂസ്ഫുൾ ആകില്ല. ഇത് ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് അക്കൗണ്ടിങ് ആണ്. ഞാനിത് പറയാൻ കാരണം കുറച്ച് അക്കൗണ്ടിങ് ഒക്കെ അറിയാമെന്നുള്ളപ്പോൾ കുട്ടികൾ വിചാരിക്കും, ഇത് പരീക്ഷയ്ക്ക് 2 ആഴ്ച മുമ്പ് നോക്കാം, അക്കൗണ്ടിങ് എനിക്ക് അറിയാമല്ലോ. ആ അക്കൗണ്ടിങ് അല്ല ഈ അക്കൗണ്ടിങ്. ഇത് ഭയങ്കര ഡിഫറൻ്റ് ആണ്. ഇവിടെ നിങ്ങൾ ഇന്ന് വരെ പഠിച്ച കാര്യങ്ങളൊന്നും അല്ല അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് ആദ്യം മുതലേ പഠിച്ചു തുടങ്ങിക്കോണം. ബേസിക്കലി കോസ്റ്റ് അക്കൗണ്ടിങ് എന്താണെന്ന് മനസ്സിലാക്കി വേണം പഠിക്കാൻ. ഓക്കെ, അപ്പോൾ അത്രയും ബേസ് തൊട്ട് നമ്മളെ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ക്ലാസ്സും നമ്മൾ പെയ്ഡ് ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, മറ്റൊരു കോർ സബ്ജക്റ്റ് ആണ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്. ഇതെല്ലാവർക്കും കോർ സബ്ജക്റ്റ് ആണ്. മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് നമ്മൾ ഓൾ മൊഡ്യൂൾസ് ഫ്രീ ആയിട്ടായിരിക്കും. ഓക്കെ, സോ ഈ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് അത്ര നിസ്സാരമായൊരു സബ്ജക്റ്റ് അല്ല, കോർ സബ്ജക്റ്റ് ആണ്, പ്രധാനപ്പെട്ട സബ്ജക്റ്റ് ആണ്. നമ്മുടെ ക്രെഡിറ്റ് കൂടുതലാണ്, കോർ കണ്ടന്റ് ഉള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഫ്രീ ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓൾ മൊഡ്യൂൾസും റിവിഷൻ ക്ലാസ്സും എല്ലാം ഫ്രീ ആയിട്ടായിരിക്കും. ഓക്കെ, മറ്റൊന്ന് ഇത് ബികോം ഫിനാൻസുകാർക്ക് വേണ്ടിയുള്ളതാണ്. ബികോം ഫിനാൻസുകാർക്ക് വേണ്ടി ഫിനാൻഷ്യൽ സർവീസസ് ഇൻ ഇന്ത്യ, ബികോം ഫിനാൻസിൻ്റെ ഒരു എലക്റ്റീവ് കോഴ്സാണ് ഫിനാൻഷ്യൽ സർവീസസ് ഇൻ ഇന്ത്യ. ഇതിൻ്റെയും ഓൾ മൊഡ്യൂൾസ്, എല്ലാ മൊഡ്യൂൾസും നമ്മൾ ഫ്രീ ആയിട്ടായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇൻ ഷോർട്ട് ഫണ്ടമെന്റൽസ് ഓഫ് ഇൻകം ടാക്സ് 2024-25 കോസ്റ്റ് അക്കൗണ്ടിങ്ങുമാണ് നമ്മുടെ പെയ്ഡ് സബ്ജക്റ്റുകൾ. മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റും ഫിനാൻഷ്യൽ സർവീസസ് ഇൻ ഇന്ത്യയും ഫ്രീ ക്ലാസ് ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ക്ലാസ് ജോയിൻ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡീറ്റെയിൽസിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ജസ്റ്റ് വാട്സാപ്പ് ചെയ്താൽ മതി. അതല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് തന്നെ ലോഗിൻ ചെയ്ത് കാണാം. ഒരുപാട് കുട്ടികൾ അങ്ങനെയാണ് ചെയ്യുന്നത്. നിങ്ങൾക്കിപ്പോൾ എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് പോലും നിർബന്ധമില്ല. ഈ കാണുന്ന URL learneasylearn.com, ഈ URL കയറി കഴിഞ്ഞാൽ നമ്മുടെ ആപ്പ് വർക്കൗട്ട് ആവും. ദെൻ നിങ്ങൾക്ക് അവിടെ കാറ്റഗറിയിൽ ബികോം 5ാം സെം സെലക്ട് ചെയ്താൽ മതി. ഇതൊന്നും അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു, ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ബികോം 5ാം സെമ്മിൻ്റെ ലിങ്ക് തന്നെ കൊടുത്തിരിക്കാം. അതിൽ ക്ലിക്ക് ചെയ്താലും ബികോം 5ാം സെമ്മിലേക്ക് തന്നെ കയറും. അവിടെ നിങ്ങൾക്ക് പെയ്ഡ് സബ്ജക്റ്റ് മാത്രമല്ല ഫ്രീ സബ്ജക്റ്റും അവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഈ വെബ് ആപ്പ് വഴിയാണെങ്കിലും ഈ പറയുന്ന ഫ്രീ സബ്ജക്റ്റുകൾ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഈ 4 സബ്ജക്റ്റിനെ പറ്റിയാണ് സംസാരിച്ചത്. അപ്പോൾ ഫണ്ടമെന്റൽസ് ഓഫ് ഇൻകം ടാക്സ് ഞാൻ വീണ്ടും പറയുന്നു, 2024-25 ടെക്സ്റ്റും 2024-25 ക്ലാസ് മാത്രമേ യൂസ്ഫുൾ ആകൂ. അത്രയ്ക്ക് ചേഞ്ചസ് വന്നിട്ടുണ്ട്. വീണ്ടും പറയുന്നു, 23-24 ടെക്സ്റ്റ് പോലും പറ്റില്ല. ഈ വർഷം ഈ 24-25 എന്ന വർഷം നല്ല ചേഞ്ച് വന്നിട്ടുണ്ട്. തൊട്ട് മുൻപത്തെ കണക്കല്ല. കാര്യം ഈ സെൻസസിൻ്റെ പ്രശ്നം വന്നിട്ടുണ്ട്. 2024-25 എന്ന ഇയറിലേക്ക് നമ്മുടെ സെൻസസിൻ്റെ പ്രശ്നം വന്നതുകൊണ്ട് അത്യാവശ്യം നല്ല മാറ്റങ്ങളുണ്ട്. അപ്പോൾ 2024-25 എന്ന ക്ലാസ്സും ടെക്സ്റ്റും തന്നെ നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് ഉറപ്പ് വരുത്തിയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് വീണ്ടും പറയുവാണ്, പഴയ ടെക്സ്റ്റ് കഴിവതും നല്ല വാങ്ങണ്ട. പകുതി വിലയ്ക്ക് കിട്ടുമെന്ന് വാങ്ങി വെച്ചുകളയല്ലേ, പ്രയോജനമില്ലാതെ പോകും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സബ്ജക്റ്റുകൾ. ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള ഹെൽപ്പും കിട്ടും. ഓക്കെ.